ജോലി ചെയ്യുന്നതിനിടയ്ക്ക് കൈക്കും കാലിനും ഒരു തളർച്ച പോലെ, അത് ചില സമയത്ത് വളർച്ചക്കാലാണ് തളർച്ചയെങ്കിൽ ചില സമയത്ത് ഇടത്തുകാലാണ് തളർച്ച പോലെ തോന്നുകയും ആകെ ശരീരത്തിന് മൊത്തം ഒരു അസ്വസ്ഥത പോലെ തോന്നുകയും ചെയ്യുക. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സാജൻ നാരായണനാണ്. ഡോക്ടർ, ഞാൻ ചോദിച്ചത് എനിക്ക് കേറ്ററിംഗിൽ ജോലി ചെയ്യുവാണ്. എനിക്ക് 31 വയസ്സാണ്. എനിക്ക് ഇടയ്ക്കൊരു ചെസ്റ്റ് പെയിൻ പോലെ വന്നു. ഞാൻ തൊട്ടടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവിടെ ചെറിയ വേരിയേഷൻ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അന്നാണ് ഷുഗർ ചെക്ക് ചെയ്തോണ്ട് എനിക്ക് 110ഉം 180ഉം ആയിരുന്നു. ആഹാരം കഴിക്കുന്ന 110 180. അപ്പോൾ അതിനുശേഷം ഹാർട്ടിന്റെ എക്സ്റേ എടുത്തു, വീണ്ടും ECG എടുത്തോണ്ട് ECG എല്ലാം നോർമലായി. ഇപ്പം നെഞ്ചത്ത് വേദന മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് കൈക്കും കാലിനും ഒരു തളർച്ച പോലെ, അത് ചില സമയത്ത് വളർച്ചക്കാലാണ് തളർച്ചയെങ്കിൽ ചില സമയത്ത് ഇടത്തുകാലാണ് തളർച്ച പോലെ തോന്നുകയും ആകെ ശരീരത്തിന് മൊത്തം ഒരു അസ്വസ്ഥത പോലെ തോന്നുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ വാല്യൂസ്, ഷുഗർ, ഫാസ്റ്റിംഗ് 110ഉം ഭക്ഷണത്തിന് ശേഷം 180 എന്ന് പറഞ്ഞത് നോർമലല്ല. ഒരാളുടെ നോർമൽ ഫാസ്റ്റിംഗ് ഷുഗർ 100-ന് താഴെയും ഭക്ഷണത്തിന് ശേഷം ഒരു 140-ന് താഴെയാണ് വേണ്ടത്. പക്ഷേ ഒരു തവണ ചെക്ക് ചെയ്തിട്ട് ഒരാൾ ഷുഗറുള്ള ആൾ അല്ലെങ്കിൽ ഡയബറ്റിക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്, അത് ഡയബറ്റിക് ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൈക്കോസിലേറ്റഡ് ഹിമോഗ്ലോബിൻ HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്യണം. അതിപ്പോൾ എല്ലാ ആശുപത്രികളിലും അതിന് നമ്മൾ വെറും വയറ്റിൽ പോകേണ്ട കാര്യമില്ല. ഭക്ഷണം കഴിച്ചിട്ടും ചെല്ലാം, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെല്ലാം. ഈ ഗ്ലൈക്കോസിലേറ്റഡ് ഹിമോഗ്ലോബിൻ എന്ന് പറയുന്ന ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. ഗ്ലൈക്കോസിലേറ്റഡ് ഹിമോഗ്ലോബിൻ്റെ വാല്യൂ 6.5% മേലെയുള്ള അവസ്ഥയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളിപ്പം നിങ്ങൾ കാണിച്ച ഷുഗർ ഒരു തവണ മാത്രമായിട്ട് കൂടിയതാണോ അതോ നിങ്ങൾക്ക് ശരിക്കും ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളത് ആദ്യം കൺഫേം ചെയ്യണം. അപ്പോൾ നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഷുഗർ 5.5% താഴെയാണ് നമ്മുടെ നോർമൽ എന്ന് പറയുന്നത് ഗ്ലൈക്കോസിലേറ്റഡ് ഹിമോഗ്ലോബിൻ, 6.5% മേലുള്ള അവസ്ഥ ഡയബറ്റീസ് എന്ന് പറയും. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ള വാല്യൂ ഒരു 5.5 5.7നും 6.4നും ഇടയ്ക്കുള്ള അവസ്ഥ പ്രീ ഡയബറ്റീസ്, അതായത് ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയും. ഇങ്ങനെയുള്ള രോഗികൾക്കും വളരെ പ്രധാനമാണ്. എന്താ കാരണം വെച്ചാൽ ഡയബറ്റീസ് വരുന്ന ആദ്യത്തെ സ്റ്റേജുകളിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഭക്ഷണത്തിന് ആവശ്യത്തിനനുസരിച്ചായിരിക്കില്ല ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ചിലപ്പോൾ നമ്മൾ 2 ഇഡ്ഡലി കഴിച്ചാൽ 2 ഇഡ്ഡലിക്ക് അനുസരിച്ചായിരിക്കില്ല ഇൻസുലിൻ വരുന്നത്. അത് 4 5 ഇഡ്ഡലിക്ക് ആവശ്യമുള്ള ഇൻസുലിൻ വരികയും കാലക്രമേണ ഇൻസുലിൻ ക്ഷാമത്തിലേക്ക് പോവുകയും നമ്മൾ ഡയബറ്റിക്കായി മാറുകയും ചെയ്യും. അപ്പോൾ ഇൻസുലിൻ ആവശ്യത്തിലധികം വരുന്ന സമയത്ത് അത് നമ്മുടെ ഹൃദയത്തിനും മറ്റ് രക്തക്കൊഴലുകളിലും ഹാനികരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിൽ ഹാർട്ട് അറ്റാക്കും മറ്റ് പ്രശ്നങ്ങളും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെല്ലേണ്ടത് ഈ ഫാസ്റ്റിംഗ് ഷുഗറും പോസ്റ്റ് പ്രാൻഡൽ ഷുഗറും ഇത് കൂടുതൽ കണ്ടതുകൊണ്ട് ഗ്ലൈക്കോസിലേറ്റഡ് ഹിമോഗ്ലോബിൻ ചെക്ക് ചെയ്ത് നിങ്ങൾ അടുത്തുള്ള ഒരു ഫിസിഷ്യനെ കാണിക്കുക. അപ്പോൾ അത് ഏത് സ്റ്റേജിലാണ്, നിങ്ങൾ പ്രീ ഡയബറ്റിസ് ആണോ അത് ശരിക്കുള്ള ഡയബറ്റിസ് ആണോ എന്ന് ആദ്യം കൺഫേം ചെയ്യണം. പ്രീ ഡയബറ്റിക്കോ അല്ലെങ്കിൽ ഡയബറ്റിക് സ്റ്റേജിലോ ആണെങ്കിൽ നിങ്ങൾ ഫിസിഷ്യൻ്റെ അഡ്വൈസ് പ്രകാരം നിങ്ങളുടെ ലക്ഷണങ്ങൾ പരിശോധിപ്പിക്കണം. അത് ECG എടുത്ത് അത് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ കഴപ്പ് വരുന്ന മറ്റു കാരണങ്ങളും ഹൃദ്രോഗത്തിനാണ്. നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ അതിന് ഗൗരവം കൂടുതലുണ്ട്, ഡയബറ്റിക് അല്ലെങ്കിൽ അതിന് ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഒരു ഫിസിഷ്യൻ നിങ്ങളെ അടുത്തുള്ള ഒരു ഡോക്ടറെ, ഒരു മെഡിക്കൽ ഫിസിഷ്യനെ ചെന്ന് കഴിഞ്ഞാൽ, ഒരു പ്രാക്ടീഷണറടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾ പറയുന്ന ഡിസ്ക്രിപ്ഷനും നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട്സും കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം. ആദ്യം നിങ്ങൾ ഗ്ലൈക്കോസിലേറ്റഡ് ഹിമോഗ്ലോബിൻ ചെയ്തിട്ട് ഒരു ഫിസിഷ്യനെ കാണാം. ഡോക്ടർ, അതുപോലെ രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നതിനെ പറ്റി നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് മാത്രമാണോ ഒരു കാരണം എന്ന് കൂടി ഒന്ന് വ്യക്തമാക്കും. രക്തധമനിൽ അടിയുന്നത് കൊഴുപ്പ് മാത്രമല്ല കാരണം, അതിന് പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു രോഗിക്ക് ജനറ്റികമായിട്ടുള്ള പ്രിഡിസ്പോഷൻ, ഇപ്പം നമ്മൾ പഠനങ്ങൾ പറയുന്നത് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതായത് ഈ രാജ്യങ്ങളിൽ ഇന്ത്യ, ചൈന, ജപ്പാൻ, ഇതുപോലെ ശ്രീലങ്ക, ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ജനതിക ഘടന ഈ ഹൃദ്രോഗവും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരാൻ പ്രിഡിസ്പോസ്ഡാണ്. നമ്മളിപ്പോൾ വെസ്റ്റേൺ കൺട്രീസ്, യൂറോപ്യൻസും അമേരിക്കൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ചാൻസ് കൂടുതൽ. എന്ന് വെച്ചാൽ നമ്മൾ ജനറ്റികമായി പ്രിഡിസ്പോസ്ഡാണ്. അതിൻ്റെ കൂടെ നമുക്ക് വരുന്ന ജീവിതശൈലി രോഗങ്ങൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഷുഗറും പ്രഷറും എല്ലാം വരുമ്പോൾ ഈ രക്തക്കുഴലിൽ കൊഴുപ്പടിയും അത് അടഞ്ഞു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ ചില ഭക്ഷണ പ്രത്യേകതകൾ, നമ്മുടെ ഭക്ഷണത്തിൽ സ്വതവേ നമ്മുടെ ഉപ്പ് കൂടുതലാണ്. നമുക്ക് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാറ്റിലും ഉപ്പിൻ്റെ അംശം കൂടുതലാണ്. എണ്ണയില്ലാതെ നമുക്ക് ഒരു വിഭവവും ഇല്ല.
ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവരുടെ മെയിൻ ഭക്ഷണങ്ങളൊക്കെ ഒലീവ് ഓയിൽ ഉപയോഗിക്കും. ഇപ്പോൾ നമ്മുടെ കൾച്ചർ പ്രകാരം, നമ്മുടെ സംസ്കാര പ്രകാരം നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊന്നും ഒലീവ് ഓയിലിൽ പാചകം ചെയ്താൽ രുചി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റിഫൈൻഡ് ഓയിൽസും അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റുള്ള ഓയിൽസ്, നെയ്യ് പോലത്തെ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതലായിട്ടും മുക്കിയെടുത്ത നെയ്യിൽ ഈ ഫാസ്റ്റ് ഫുഡ്, ബേക്കറി സാധനങ്ങൾ അതെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നാച്ചുറലി നമ്മുടെ രക്തക്കൊഴലുകൾ കൊഴുപ്പിനോട് എക്സ്പോസ്ഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ഒരു വീട്ടിലുള്ളൊരു പൈപ്പിൽ എത്ര നേരം ഉപ്പ് കലർന്ന വെള്ളം ഓടുന്നു അത്രയും പെട്ടെന്ന് അത് തുരുമ്പുപിടിക്കും. അതേപോലെ നമ്മുടെ രക്തക്കുഴലിൽ എത്രത്തോളം ആ രക്തക്കുഴൽ ഈ കൊഴുപ്പ് കലർന്ന രക്തം ഒഴുകുന്നു അത്രയും നേരത്തെ അത് ബ്ലോക്കുകളും മറ്റു പ്രശ്നങ്ങളും വരാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ, അതായത് ഒരു ചെറിയ കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ ഈ ഒരു ഭക്ഷണ സംസ്കാരം നമ്മുടെ വീടുകളിൽ കൊണ്ടുവരണം. അയാൾക്കിപ്പോൾ ഒരു 40-50 വയസ്സായി ഹാർട്ടിന്റെ അസുഖം വന്നതിന് ശേഷം നമ്മൾ ഈ പ്രിക്കോഷൻസ് സ്വീകരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ചെറുപ്പം തൊട്ടേ നമ്മുടെ വീടുകളിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ ഒരു സംസ്കാരം, എണ്ണയുടെ ഉപയോഗം വളരെ കുറയ്ക്കുക, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് അതിൻ്റെയൊക്കെ ഉപയോഗം വളരെ ഗണ്യമായി കുറയ്ക്കുക, സോഫ്റ്റ് ഡ്രിങ്ക്സും ഫ്രക്ടോസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം ധാരാളം കുറച്ച്, ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതെല്ലാം ധാരാളം കഴിക്കാൻ പ്രേരിപ്പിക്കുക. ഇതൊക്കെ കുട്ടികളിൽ തന്നെ, സ്കൂളുകളിൽ തന്നെ ബോധവൽക്കരണവും മറ്റുമൊക്കെ തുടങ്ങിയാൽ ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.